ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പേപ്പർ 6 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. എൻ്റെ പേര് രാഹുൽ, ഞാനായിരിക്കും നിങ്ങളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഫാക്കൽറ്റി. നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പേപ്പർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതായത് ഈ പേപ്പർ 6 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതും. അതിന് നമ്മളുടെ ഈ കോഴ്സ് ഉണ്ടല്ലോ, റെഗുലർ ബാച്ച് എന്ന് പറഞ്ഞിട്ട് പേപ്പർ 6 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഈ കോഴ്സ്, ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. കോമൺ ആയിട്ട് ഏതൊരാൾക്കും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ പറയുന്ന സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മളുടെ ക്ലാസ് കാണുന്നവർക്ക് വേണ്ടി കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മളിതിൽ പറയുന്നുണ്ട്. ആൻഡ് ഈ പേപ്പർ 6 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും ഇപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പലർക്കും ഈ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് മുൻപരിചയം ഉണ്ടാവും, ശരിയല്ലേ? ഇപ്പൊ +1 +2 കൊമേഴ്സ് പഠിച്ചവരെ സംബന്ധിച്ച് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഈ സബ്ജക്ട് കേൾവി ഇല്ലാതിരിക്കാൻ ഒരു വഴിയില്ല. നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കൊമേഴ്സ് ആണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ, +1 കൊമേഴ്സ് ആണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ടും കയറി വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതേപോലെ തന്നെ ഡയറക്റ്റ് എൻട്രി, ഇപ്പൊ ഫൗണ്ടേഷൻ ആയാലും ശരി, അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി വഴി ഈ കോഴ്സിലോട്ട് വന്നവരാണെന്നുണ്ടെങ്കിലും ശരി, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാൻ വഴിയില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിരിക്കും അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. പലർക്കും പേടി സ്വപ്നമായിരിക്കും. ഓക്കെ, നമ്മൾ ഈ കോഴ്സ് കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, ആൻഡ് ഈ പേപ്പറിന്റെ സ്വഭാവവും കോഴ്സിനും ഒരു കണക്ഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് പറയാം. ഓക്കെ, ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ CMA ഇന്റർമീഡിയറ്റിനെ സംബന്ധിച്ച് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പറയാൻ കാരണം ഫൈനലില് CFR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട്, കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയും. ഇറ്റ്സ് ആൻ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പൊ നമ്മൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? കുറച്ച് അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചവർക്ക് കുറച്ചുകൂടി വൃത്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈവൻ ദോ നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പേപ്പർ ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ BSc സയൻസ് ഫീൽഡിൽ നിന്നൊക്കെ വന്ന് ഇപ്പൊ CMA ചെയ്യണം എന്നൊക്കെ ആഗ്രഹം കൊണ്ട് CMA എടുക്കുകയാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ പേപ്പർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആ രീതിക്കായിരിക്കും നമ്മൾ ഈ പേപ്പറിനെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത് ഈവൻ ജേണൽ എൻട്രി എങ്ങനെ എഴുതണം എന്ന് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്താണ് ഈവൻ ജേണൽ എൻട്രി എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ തന്നെ, സബ്ജക്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ചാപ്റ്റർ സബ്ജക്റ്റില് ഏറ്റവും തുടക്കത്തിൽ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് അത് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഒന്നില്ലെങ്കിൽ ഫൗണ്ടേഷനിൽ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചില്ല എന്ന് വിചാരിക്കുക, പല സാഹചര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഡിഗ്രി നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഡീൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് കൂടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ഒരു 2-3 അവേഴ്സ്, ഈ ലെക്ചേഴ്സിന്റെ ആദ്യത്തെ 2-3 അവേഴ്സ് ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? പ്യുവർലി ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഈവൻ ദോ ഒരു നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിന് പോലും പഠിക്കാൻ പറ്റുന്ന പോലെയാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ആദ്യത്തെ ഒരു 2-3 മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അത് ജേണൽ എൻട്രി, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഇതിന്റെ ബേസിക്സ് ഒക്കെ പറയുന്നതാണ്. ബട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ക്ലാസ്സസ് ബേസ് ചെയ്യുന്നത് മേ ബി ഈ 3 അവേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ വിൽ സജസ്റ്റ് ടു വാച്ച് ദീസ് 3 അവേഴ്സ്. ആൻഡ് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് എന്തായാലും ഈ ലെക്ചേഴ്സ് കാണും. ഇനി നമുക്ക് കോഴ്സിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഈ റെഗുലർ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. റെഗുലർ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അല്ല. ഓക്കെ, ഫാസ്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ റിവിഷൻ എന്ന് പറഞ്ഞ് കുറെ ക്ലാസ്സസ് ഉണ്ടാവും. നമുക്ക് ഈ രീതിയിലുള്ള ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു 20 മണിക്കൂറിൽ സാറേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിപ്പിച്ച് തരൂ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ കൈമലർത്തും. റിവിഷൻ ആണെന്നുണ്ടെങ്കിൽ അയക്കാം. ഓക്കെ, നിങ്ങൾ ഒരുവിധം പഠിച്ചിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 20 മണിക്കൂറിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മുഴുവൻ പറഞ്ഞാൽ പറ്റും. ബട്ട് എന്താണെന്നുണ്ടെങ്കിൽ പറ്റില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ 20 അവേഴ്സ് ഈസ് നോട്ട് ഇൻ. അപ്പൊ നമ്മൾ എയിം ചെയ്യുന്നത് ഈ ബാച്ച് 80 to 100 അവേഴ്സ് മിനിമം ഉണ്ടാവുന്ന നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ. ആൻഡ് എന്താ സാറേ 80 മണിക്കൂർ ഒരു സബ്ജക്റ്റിനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഇതിന്റെ വരുന്ന കുറച്ച് മിനിറ്റുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് 80 to 100 മണിക്കൂർ വരുന്നു എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, വൈ എന്നുള്ളതിന് ഞാൻ ആൻസർ പറയാം. ആൻഡ് ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ സിലബസ് 2022.
2016 സിലബസ് ഓൾറെഡി ഇപ്പൊ അവസാനിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി എന്താണ് 2022 സിലബസ് ആണ് മെറ്റീരിയലത്തെ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ 100% കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, 100%. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫാസ്റ്റ് ട്രാക്ക് അല്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് 100% കോൺസെപ്റ്റ് നമ്മൾ കവർ ചെയ്യും. ആൻഡ് ഇതിൽ സാറേ കുറെ പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട് സാറേ ഇതിൽ കുറെ തിയറി വരുന്നുണ്ട് സാറേ, വെയിറ്റ് ചെയ്യൂ പിള്ളേരെ, പതിയെ ഇതിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ റെഗുലർ ബാച്ച് പേപ്പർ 6 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിലബസ് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യമൊക്കെ മനസ്സിലായി. ആൻഡ് നിങ്ങൾ ഡൗട്ട് ഉണ്ട്, ഇനി നിങ്ങൾക്ക് സാർ അക്കൗണ്ടിങ്ങിൽ ഒരു ക്ലാരിറ്റിയും ഇല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് സാറേ പോയതെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഈവൻ എങ്ങനെ ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷനെ ജേർണലൈസ് ചെയ്യും എന്നുള്ളത് പോലും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്നത്. ഈവൻ നിങ്ങളുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്റർ, നിങ്ങളുടെ സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് ആണെങ്കിലും അതിന്റെയും ഫണ്ടമെന്റൽസ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോഴ്സിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാം അത്രയും ബേസ് എന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അത് അറിയുന്നവർക്ക് അറിയുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കാം, ഓർ അറിയാത്തവർക്ക് ആ ലെക്ചേഴ്സ് കൂടി കണ്ടിട്ട് തുടങ്ങാം. ഐ പ്രിഫർ ടു വാച്ച് ദോസ് വീഡിയോസ്. അപ്പോ അതൊക്കെ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കൊണ്ട് ഒരു 70 മുകളിൽ മാർക്ക് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. സാറേ 70 മാർക്കിന് മുകളിലോ എന്ന് ആലോചിക്കുന്നുണ്ടാവും. ആൻഡ് ഇറ്റ്സ് പോസിബിൾ. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളതും വഴിയെ പറയാം. 70+ സ്കോർ എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്ന് പറയുന്ന ഒരു വഴിയില്ല. വാങ്ങിച്ചവരുണ്ട്, വാങ്ങിക്കാനും പറ്റും. അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് സ്കോറിങ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ശരിയല്ലേ? ആദ്യം ബേസിക് ആയിട്ട് 40 എങ്ങനെ വാങ്ങിക്കുക എന്നുള്ളത് നോക്കാം. അതിന് മുകളിൽ എന്ത് ചെയ്യാം? എല്ലാം 50, 60, 70 പഠിച്ചൊക്കെ കഴിയുന്ന സമയത്ത് സാറേ 80 മാർക്കിന് മുകളിൽ വാങ്ങിക്കാലോ, ഈ പേപ്പറിൽ സാർ എന്താ 70? എന്തൊരു ആവറേജ് സ്റ്റുഡൻസിനെ പറ്റി പറഞ്ഞതാണ്. ആവറേജ് നോളേജും കുറച്ച് ഹാർഡ് വർക്കിംഗ് സ്കില്ലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 70+ സ്കോർ എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളത് കൂടി നോക്കാം. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് സബ്ജക്റ്റിൽ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കുറച്ചൊരു കാറ്റഗറി തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ്, ഈ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഇത്ര മാർക്കിന് ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വെയിറ്റേജ് തൽക്കാലം അങ്ങോട്ട് മറക്കും. ഇപ്പൊ പ്രീവിയസ് 2-3 അറ്റംപ്റ്റിൽ വെയിറ്റേജ് എന്നുള്ള കോൺസെപ്റ്റിന് വലിയ റെലവൻസ് ഇല്ലാതെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് വെയിറ്റേജ്, ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല. ഈവൻ നമുക്ക് വെയിറ്റേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏതാദ്യം പഠിക്കണം എന്നുള്ളതിന് വേണമെങ്കിൽ വെയിറ്റേജ് കൊടുക്കാം. ഓക്കെ, അല്ലാതെ വെയിറ്റേജ് കുറവുള്ളതിനെ ലീവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വിടരുത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് വേണമെങ്കിൽ നമുക്ക് ആദ്യം പഠിക്കാൻ നോക്കാം. പക്ഷെ അത് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സാമിന്റെ സമയത്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് മാത്രം. ഇനി സബ്ജക്റ്റിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. ആൻഡ് വെറും പ്രിപ്പറേഷൻ അല്ല, 70+. കാണുമ്പോൾ തന്നെ എന്താ ഭംഗി നോക്കും. 70 മാർക്ക് ഉണ്ട്, ബാക്കി 130 മാർക്ക് 3 പേപ്പറിലും കൂടി വാങ്ങിച്ചാൽ മതി. അതായത് ഒരു 40, 45, 40, 45 ആ റേഞ്ചിൽ ബാക്കി 3 പേപ്പറിൽ വാങ്ങിച്ചാൽ മതി. നമുക്ക് 70+ വാങ്ങിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മൾ ഇനി കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പ്രിപ്പറേഷനിലോട്ട് കടക്കുകയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാം. വണ്ടർഫുൾ ആയിട്ടില്ലേ? ഓക്കെ, ഇത് നിങ്ങളുടെ ബുക്കിൽ തന്നെ പേജാണ്. സിലബസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആസ് ഓഫ് നൗ നിങ്ങൾ ഈ വെയിറ്റേജിന് വലിയ റെലവൻസ് ഒന്നും കൊടുക്കണ്ട. ഞാൻ അതാണ് പറഞ്ഞത്. നമ്മൾ ഈ 100% കവർ ചെയ്യുന്നത് കൊണ്ട് വെയിറ്റേജ് കൂടുതലുള്ളത് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ലാസ്റ്റത്തെ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെയിറ്റേജിനൊന്നും വലിയ റെലവൻസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. എനിവേ, ഇത് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫണ്ടമെന്റൽസ് വെച്ചിട്ടാണ്. ഞാൻ പറയുന്നത് ഇതിനേക്കാളും ഫണ്ടമെന്റൽ നമുക്ക് പഠിച്ചിട്ട് തുടങ്ങാം. മിസ്റ്റർ എ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇങ്ങനെ പഠിച്ച് നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് ആൻ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആൻഡ് ഹൗ ടു ചേഞ്ച് ദാറ്റ് പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഇൻ ടു ജേർണൽ എൻട്രി ആൻഡ് ഹൗ ടു ജേർണലൈസ് എന്നുള്ളത് അതിൽ പഠിച്ചു. ആൻഡ് ഹൗ ടു ട്രാൻസ്ഫർ ദീസ് ജേർണൽ എൻട്രീസ് ഇൻ ടു പെർട്ടിക്കുലർ ലെഡ്ജേഴ്സ്. വാട്ട് ഈസ് ലെഡ്ജർ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഫണ്ടമെന്റലിന്റെ ഫണ്ടമെന്റൽ പഠിച്ചിട്ടാണ് നമ്മൾ ഏതിലോട്ട് വരുന്നത്? ഫണ്ടമെന്റലിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ അക്കൗണ്ടിങ് ഫണ്ടമെന്റൽസ് പഠിക്കും. വെയിറ്റേജ് മറന്നിരിക്കൂ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലൊരു 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ശരിയല്ലേ? നിങ്ങളുടെ ബുക്കിലുള്ള ഞാൻ കണക്കാക്കിയ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണമാണ്. ഫണ്ടമെന്റൽസ് ഫണ്ടമെന്റൽ ആയിട്ട് തന്നെ പഠിക്കണം. ദെൻ ഈ 100 ക്വസ്റ്റ്യനെ അങ്ങോട്ട് സോൾവ് ചെയ്യണം. ഓക്കെ, ഞാൻ പറയുന്ന എത്ര കാര്യമേ ഉള്ളൂ.
കോൺസെപ്റ്റ് ഞാനൊരു 10 തവണ വേണമെങ്കിലും പറഞ്ഞു തരും. ക്ലാസ്സിനിടയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം 4, 5, 6, 7, 8 ഓക്കെ വാട്ട് ഔട്ട് ടൈംസ് അത് വരും. അത് അത്ര തവണ ഞാൻ പറയും. നിങ്ങൾ ഒറ്റ തവണ അതൊന്ന് ക്യാച്ച് ചെയ്യും. എന്താണ്, ഞാൻ 8-10 തവണ പറയും, നിങ്ങൾ എത്ര തവണ ക്യാച്ച് ചെയ്യുക? ഒറ്റ തവണ ക്യാച്ച് ചെയ്യുക, സെറ്റ് ചെയ്യുക. അത് അതേപോലെ പഠിക്കാം. ക്വസ്റ്റ്യൻസ് ഞാൻ ഒറ്റ തവണ ചെയ്യും. എന്താണ്, ഞാൻ ഒറ്റ തവണ ചെയ്യും. നിങ്ങൾ 1, 2, 3, 4, 5 അതായത് ഒരു ക്വസ്റ്റ്യൻ മാക്സിമം ഞാൻ പ്രിഫർ ചെയ്യുന്നത് മിനിമം 3ഉം മാക്സിമം 7 or 8 എന്നുള്ള റേഞ്ചിലാണ്. നോക്കാം എങ്ങനെ പോകുന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. കോൺസെപ്റ്റ് ഞാൻ 8, 9, 10 തവണ പറയും, നിങ്ങൾ ഒറ്റ തവണ ക്യാച്ച് ചെയ്യും. ക്വസ്റ്റ്യൻ ഞാൻ ഒരു തവണ വൃത്തിക്ക് പറഞ്ഞു തരും. അത് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരും. ഒരു ക്വസ്റ്റ്യൻ ഈ വഴിയിൽ കൂടെ ഒരു ആൻസർ, ഈ വഴിയിൽ കൂടിയും സെയിം ആൻസർ, ഈ വഴി മനസ്സിലാവാത്തവർക്ക് ഈ വഴി ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓവർ ബ്രിഡ്ജ് ഇട്ടിട്ട് ആൻസറിലേക്ക് എത്താം. ആ ആൻസർ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരു തവണ ചെയ്യണമെന്ന് വിചാരിക്കുക, പല വഴിയിലൂടെയും ചെയ്ത് കാണിച്ചു തരണമെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിനെ മാക്സിമം ടൈംസ് നിങ്ങൾ ചെയ്യണം. മനസ്സിലായോ? കോൺസെപ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. കോൺസെപ്റ്റ് ഞാൻ എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു തരും, നിങ്ങൾ ഒറ്റ തവണ ക്യാച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ ഞാൻ ഒറ്റ തവണ ചെയ്യുള്ളൂ, നിങ്ങൾ എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. മിനിമം 3 ചെയ്തേ പറ്റൂ. ഒരു തവണ ഞാൻ ചെയ്തു തരുമ്പോൾ കൂടെ ചെയ്യുക. പ്ലസ് നിങ്ങളൊരു മിനിമം 3, 4, 5, 6, 7 ഒക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഞാൻ പറഞ്ഞില്ല 40 മുകളിൽ 50, 60, 70 സർ 80 എത്തി. ഓക്കെ, 80ന്റെ അടുത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടണം. വെറും 100 ക്വസ്റ്റ്യൻ ഇതാന്ന് പറയുമ്പോഴേക്കും തീരും. ഓക്കെ, അക്കൗണ്ടിങ് ഫണ്ടമെന്റൽസിൽ 100 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യണം. ശരിയല്ലേ? നേരെ സെക്ഷൻ ബി സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഫണ്ടമെന്റൽസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനി അടുത്തത് പോകാൻ പോകുന്നത് സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ്. കുറച്ചുകൂടി സ്പെഷ്യൽ ആണെന്നാണ് അവർ പറയുന്നത്. നമ്മൾ അതിനെ പൂ പറിക്കുന്ന ലാഘവത്തിൽ നമ്മൾ പഠിക്കും. ഏതൊക്കെയാ? ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സാറേ ഇതൊക്കെ +1 പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കയറ്റി പഠിക്കാം, അഡ്വാൻസ്ഡ് ആയിട്ട് അത് പഠിക്കാം. കൺസൈൻമെന്റ് നോക്കാം. ഓക്കെ, ദെൻ ജോയിന്റ് വെഞ്ചർ. കൺസൈൻമെന്റും ജോയിന്റ് വെഞ്ചറും ഒക്കെ സാധാരണ കുട്ടികൾ കൺഫ്യൂഷൻ ആവണമെന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ജോയിന്റ് വെഞ്ചർ അല്ല, കൺസൈൻമെന്റ്. അപ്പൊ അതിനെ കൂടി ഒന്ന് ആഞ്ഞു പിടിച്ച് ആദ്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് പുഷ് ചെയ്തിട്ട് പഠിക്കാം. നോക്കൂ, അതിൽ വെറും 76 ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് 76 ക്വസ്റ്റ്യൻ. ശരിയല്ലേ? വെറും 76. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സാറേ അഡ്ജസ്റ്റ്മെന്റ്, ട്രയൽ ബാലൻസ് തരുന്നു, ഞങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നു, ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു, ടാലി ആയി സാർ. കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ്. +1 തൊട്ട് ചെയ്ത് പഠിച്ചതായിരിക്കും. ഇനി ഇവണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ബേസിക് ഒക്കെ പഠിച്ച് അക്കൗണ്ടിങ് ഫോർ ഫണ്ടമെന്റൽ ഒക്കെ പഠിച്ച് ഈ ചാപ്റ്റർ ഒക്കെ എത്തുമ്പോഴേക്കും തന്നെ എന്താണെന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിലെത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? വെറും 66 ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രേഡിംഗ്, P&L, ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. പ്ലസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വരുന്നുണ്ട്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ് വരുന്നുണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചിലവർ പഠിച്ചിട്ടുണ്ടാവും, ചിലവർ പഠിച്ചിട്ടുണ്ടാവില്ല. NPO എന്ന് പറയും. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ്, പ്രീപെയ്ഡിന്റെ എൻഡ്, പ്രീപെയ്ഡിന്റെ ബിഗിനിങ് എന്നൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റിലും ഡിസ്കസ് ചെയ്യും, ക്വസ്റ്റ്യൻ വൈസും ഡിസ്കസ് ചെയ്യും. 66 ക്വസ്റ്റ്യൻസ്. ദെൻ അടിപൊളി പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്. ഒറ്റ സ്ട്രെച്ചിൽ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് പഠിക്കണം. ജസ്റ്റ് എങ്ങനെ പോയാലും ഒരു 10 to 12 മണിക്കൂർ പഠിക്കണു. 76 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണു. ദെൻ ലീസ്, ബ്രാഞ്ച്, ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ്, ലീസ് അക്കൗണ്ടിങ്, ബ്രാഞ്ച്, ഇൻഷുറൻസ്. ഓക്കെ, ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെ ലീസ് അക്കൗണ്ടിങ് ചെയ്തു വരുമ്പോൾ അറിയും ഇറ്റ്സ് ബേസിക്. ഓക്കെ, ബ്രാഞ്ച്, ഡിപ്പാർട്ട്മെന്റൽ എന്നൊക്കെ പറയുന്നത് കമ്പയർ ടു സിമിലർ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ദെൻ ഇൻഷുറൻസ് ക്ലെയിം, ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിന്റെ ലോജിക്ക് പഠിക്കുക. ഹയർ പർച്ചേസ്, ഇൻസ്റ്റാൾമെന്റ്, സെയിൽ ട്രാൻസാക്ഷൻ, ഇതിലൊരു 91 ക്വസ്റ്റ്യൻ ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വണ്ടർ. ഓക്കെ, ഇതിലൊരു 25 ക്വസ്റ്റ്യൻ. ശരിക്കും പറഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് ടോട്ടൽ വെറും 434 ക്വസ്റ്റ്യനേ ഉള്ളൂ. വെറും 434 ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ 434 ക്വസ്റ്റ്യൻ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരും. അതായത് സെയിം ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ട് ഫിഗർ മാത്രം മാറിയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനൊക്കെ ഒരു തട്ടിക്കഴിച്ച് വിടും. ഓക്കെ, എങ്ങനെ പോയാലും ഒരു 350 to 380 യുണീക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്താണ് 350 to 380 യുണീക്ക് ക്വസ്റ്റ്യൻസ്? അതായത് പ്രീവിയസ് ക്വസ്റ്റ്യനോ അടുത്ത ക്വസ്റ്റ്യനോ ആയിട്ട്
ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, നല്ല നല്ല വ്യത്യാസങ്ങൾ, പുതിയ പുതിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉള്ള ഒരു 350 to 390 ക്വസ്റ്റ്യൻസ്, 380, 390. ഓക്കെ, ഒരു 50 ക്വസ്റ്റ്യൻ സിമിലർ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? 350 to 390 ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ 350 to 390 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മേ ബി ഒരു 300-350 കോൺസെപ്റ്റ് പഠിക്കാനുണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ജേണൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ന് വിചാരിക്കുക, ദെൻ ലെഡ്ജർ എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റ് ആണെന്ന് വിചാരിക്കുക, ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് മേ ബി ഒരു 300 കോൺസെപ്റ്റ് ഉണ്ടാവും. ആ കോൺസെപ്റ്റുകൾ നിങ്ങൾ എത്ര തവണ ചോദിക്കുന്നോ അത്രയും തവണ ഞാൻ പറഞ്ഞു തരും. മനസ്സിലായോ? കോൺസെപ്റ്റ് പലതവണ പഠിക്കുക, പല രീതിയിൽ പഠിക്കുക. ഇത് ഫണ്ടമെന്റലി നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉദ്ദേശിക്കുന്നത് കോൺസെപ്ച്വൽ ലേണിംഗ് വേണം. നിങ്ങൾ ജസ്റ്റ് ഈ പണ്ട് ബാലരമയിൽ വരും, കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടാവും, ഇവിടെ ഒരു മൊയലുണ്ട് എന്ന് വിചാരിക്കാം. ഈ മൊയലിന് ഇവിടേക്ക് ഇങ്ങനെ വഴി കാണിച്ചു കൊടുക്കണം. അതായത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊയലിന്റെ പേര് ടുട്ടു എന്നാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ടുട്ടു മൊയലിന് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പേന കൊണ്ട് ഇതെങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ വരച്ച് 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 ഒരു മുമ്പ് ബാലരമ, ബാലഭൂമി അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗെയിമൊക്കെ കളിച്ചവർക്ക് അറിയും. ഇങ്ങനെ ടുട്ടു മൊയലിന് അതിന്റെ ഉടമസ്ഥന്റെ അടുത്ത് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കാമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി 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 ഓണറിന്റെ അടുത്ത് എത്തിച്ചു കൊടുത്തു എന്ന് പറയും. ഇതുപോലെ അക്കൗണ്ടൻസി പഠിക്കരുത്. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇതുപോലെ അക്കൗണ്ടൻസി പഠിക്കരുത്. അതായത് ടെക്സ്റ്റിനെ എവിടെ വെച്ചു, ഇപ്പുറത്തെ ആൻസറും വെച്ചു. ഓക്കെ, ഈ ഫിഗർ ഇതെങ്ങനെ ഇപ്പുറത്തേക്ക് വന്നു, ഇത് എങ്ങനെ വന്നു ഇതെങ്ങനെ ടുട്ടുമൊയിലിന് വഴി കാണിച്ച് ഇത് എവിടെ എത്തി? ഈ ഫിഗർ ഇവിടെ എത്തും. അടിപൊളി. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാനില്ല. ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബറിൽ എക്സാം വരും. അങ്ങനെ ബുക്ക് മടക്കി വെക്കുക. വഴി കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? ഡിസംബറിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കണം. എന്താണ്? റൈറ്റ് ഇറ്റ് ഡൗൺ. അതിന്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ആൻസർ എഴുതണോ അതോ ക്വസ്റ്റ്യൻ കണ്ട ആൻസർ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്യണോ, അതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഇതൊന്ന് മൈൻഡിൽ വെക്കുക. ഈ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇത് മൈൻഡിൽ ഉണ്ടെങ്കിൽ വെറും 434 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയണം നിങ്ങൾക്ക് 70+ മാർക്ക് കിട്ടുന്നു. ആൻഡ് ഈ 434 ക്വസ്റ്റ്യൻ ബൈഹാർട്ട് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കോൺസെപ്ച്വലി പഠിക്കുന്നത് പറയുന്നത്. ഈച്ച് ആൻഡ് എവരി ഇത് എന്തുകൊണ്ട് വന്നു സാർ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ശരിയല്ലേ? ഡൗട്ട് ക്ലിയറിങ്ങിനുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈവൻ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻസ് സിമിലർ ആയിട്ട് വരാത്ത എല്ലാ യൂണീക് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇനിയിപ്പോ നിങ്ങൾ ഓൾറെഡി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് 70+ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ബുക്ക് വൃത്തിക്ക് വായിക്കുക. നിങ്ങളെ സംബന്ധിച്ച് ഫ്രണ്ടിൽ ഒരു ഫാക്കൽറ്റി ഇല്ല. ഓക്കെ, ഫാക്കൽറ്റി ഇല്ലാത്ത സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ബുക്ക് വൃത്തിക്ക് വായിക്കുക. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് കോൺസെപ്ച്വലി പഠിച്ച് സോൾവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 350 to 390 ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു തവണ ചെയ്തു എന്ന് വിചാരിക്കാം, നിങ്ങളൊരു 4 ടൈംസും ചെയ്തു എന്ന് വിചാരിക്കാം. ശരിക്കും പറഞ്ഞാൽ 5 തവണയായി. ശരിക്കും ഒരു ആവറേജ് ഒരു 400 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 5 തവണ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2000 ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ എഫക്റ്റ് ആണ്. നമ്മൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് പകരം ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു 3 തവണ ചെയ്യുന്നേ. ആൻഡ് വെറുതെ അല്ല ചെയ്യുന്നത്, കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് 70+ ഷുവർ ആണ്. ആൻഡ് ഇതിന് പുറമെ നമ്മൾ അവസാനമാവുന്ന സമയത്ത് എഗെയിൻ ഒരു റിവിഷൻ ക്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞ് ഈ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് പൊടി തട്ടി ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോഴേക്കും ശരിക്കും 3rd ടൈം 4th ടൈം ഒക്കെ ആകുമ്പോഴേക്കും ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ഫിഗർ ഓർമ്മ വരണം. അത് ഒരു തരത്തിൽ നല്ലതുമാണ് ചീത്തയുമാണ്. എക്സാം ഹോളിൽ സിമിലർ ക്വസ്റ്റ്യൻ ഫിഗർ മാറ്റി തന്നു കഴിഞ്ഞാൽ ബുക്കിലുള്ള ആൻസർ ഇതല്ലല്ലോ എന്നൊക്കെ തോന്നും. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആംഗിള് ആ ലെവലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവണം. ഇത് എന്തുകൊണ്ട് അവിടെ വരുന്നു ഇവിടെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഈ 434 ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യണു, 70+ നമ്മൾ സ്കോർ ചെയ്യണം. ശരിയല്ലേ? ഈവൻ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ചാർട്ട് ഇപ്പൊ ഞാൻ വൃത്തികേടാക്കി. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് ബാക്കിലോട്ട് പോയിട്ട് ഒന്ന് ഇത് വെട്ടി തിരുത്തുന്നതിന് മുമ്പുള്ള പേപ്പർ എടുത്തിട്ട് ഈ നമ്പേഴ്സ് ഒന്ന് എഴുതിയെടുക്കുക. സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക. കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ കാണും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. നമ്മളുടെ ക്ലാസ് തന്നെ വാങ്ങിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഈ പേപ്പർ നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കണം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിൽ 70+ വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പേപ്പറുകളുടെയൊക്കെ അവസ്ഥ നോക്കൂ.
45 വാങ്ങിച്ചാലടക്കം പാസ്സാവും. ആൻഡ് അതിലും ഇതേപോലെയൊക്കെ തന്നെയാണ് സ്ട്രാറ്റജി ഓരോന്നിനും. ഇപ്പൊ ഇൻകം ടാക്സിലും DTലും IDTയിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തിട്ട് പിന്നെ പോയി കോൺസെപ്റ്റ് പഠിക്കേണ്ടി വരും. സംടൈംസ് നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട്. അക്കൗണ്ടിങ്ങിൽ പ്യുവർലി ഫസ്റ്റ് ഫ്രഷ് കോൺസെപ്റ്റ് പഠിക്കണം, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണു, റിപ്പീറ്റ് ആയിട്ട് 2-3 ടൈംസ് ചെയ്യണു. ഒരേ ക്വസ്റ്റ്യൻ തന്നെ 2-3 വഴിയിലൊക്കെ നമ്മൾ ആലോചിച്ച് അതിന്റെ ഒരു ബ്രോഡ്നെസ് വലുതാക്കുക. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ എന്തേ വേണ്ടു, ഈ 434 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ശരിയല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ചെയ്യാം. ഓർ യു ക്യാൻ ജോയിൻ വിത്ത് മീ, ലേൺ വിത്ത് മീ. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. നമ്മൾ പേപ്പർ 6 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ ഫിനിഷ് ചെയ്യണം. ഓക്കെ, അപ്പോ പഠിച്ചു തുടങ്ങാത്തവര് ജസ്റ്റ് ബുക്സ് ഒക്കെ നല്ലപോലെയൊക്കെ വായിക്കുക, കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ സോൾവ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഹാവ് മീ. എന്റെ നമ്പർ ഇവിടെ തന്നെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വേറെന്താ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചില്ല, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ആൻഡ് ഒരിക്കലും ടുട്ടുമൊയിലിന് വഴി കാണിച്ചു കൊടുക്കുന്ന രീതി പഠിക്കാൻ ചെയ്യാതെ ഇരിക്കുക. വേറൊന്നുമില്ല, നമുക്ക് നേരെ ഫണ്ടമെന്റൽസ് ഓഫ് ഫണ്ടമെന്റലിലേക്ക് പോകാം. എന്താണ്? ജേണൽ എൻട്രി എഴുതാൻ പഠിച്ചിട്ട് നമുക്ക് കാര്യം തുടങ്ങാം. ഇവര് ഫണ്ടമെന്റൽ തുടങ്ങിക്കോട്ടെ, നമുക്ക് ഇതിന്റെയും ഫണ്ടമെന്റൽ പഠിച്ചിട്ട് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നേരെ ഫണ്ടമെന്റൽസിലോട്ട്. താങ്ക് യു.